ഹലോ, അസ്സലാമലൈക്കും. അപ്പം നമ്മളിന്ന് ഉമ്മൂസാനയുടെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മത്തനും മത്തൻ ചപ്പും കൂടെ വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. മത്തല അധികം ഇത് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ലോണം ഇങ്ങനെ നുള്ളിയിട്ടാലും മതി. ഇപ്പം ഞാൻ മുറിച്ചിട്ട് കഴുകിയിട്ട് മുറിക്കാം. ഒക്കെ പുഴുവെന്തോ ഉണ്ടോ നോക്കിയിട്ട്. അപ്പം കീറിയിട്ടാട്ടോ ഇതിന് മത്തൻ്റെ കൂടെ ഇടാനില്ലേ. ഞരമ്പൊക്കെ പൂക്കാറുണ്ട്. എല്ലാം ഇങ്ങനെ കീറിയിട്ട് അപ്പോൾ നമ്മൾ മത്തല റെഡി ആയിട്ടോ. ഇത് കഴുകിയെടുക്കണം. ഇനി അടുത്തത് ഇതിലെ തന്നെ ഇതിട്ട് കൊടുത്താൽ മതി. മത്തക്ക മുറിക്കട്ടെ. നല്ല മത്തന പൊടിയുണ്ടെന്ന് പറഞ്ഞത്. ഇതിന് ഇളയ മത്തനാട്ട പറ്റുക. ഒരു കാരണവശാലും മൂത്ത മത്തം പറ്റില്ല. ശരിക്കും ഇതിൻ്റെ ഉള്ളത്ത് ഇളയതാകുമ്പോൾ കളിയൊന്നും വേണ്ട. പക്ഷെ ഞാൻ കളയാം. ശേഷം ഈ തൊത്തിയത് കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നോട്ടെ. എല്ലാം കളയണ്ട. കുറച്ചൊക്കെ നിന്നോട്ടെ. ഈ കറി അധികം വെക്കരുതല്ലോ. കുറുമന്മാരാണ് ഓരത് നല്ല വെക്കും. ആദിവാസി മൂപ്പന്മാരൊക്കെ ഓർക്കത് ഭയങ്കര ഇങ്ങനെ വെക്കുന്ന അങ്ങനെ കണ്ടതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് അപ്പം ഞാനൊരു വട്ടം ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പം ഞാൻ വെച്ചാൽ അത് കാണിക്കാം. മത്തനൊക്കെ കിട്ടുമ്പോൾ ഇല മത്തനും ഇലയും കൂടാൻ പോയി. ഇത് ഞങ്ങളിങ്ങനെ മത്തനൊക്കെ വന്ന് ചെറിയ മത്തനൊക്കെ പരത്തി കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഇലയും പറിച്ച് വെക്കായിരുന്നു. മത്തനെ വലുതാകാൻ സമ്മതിക്കൂല. അത്ര ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ. അപ്പോൾ നമ്മൾ ഇലയിലൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്കുള്ള സാധനമൊക്കെ ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത്. അപ്പം നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ കഴുകി വെച്ചാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കാന്താരിയും പിന്നെ വെളുത്തുള്ളിയും ചതച്ചതാട്ടോ. അത് വേവിക്കുമ്പോൾ കുറച്ചിടാം. വെള്ളം ഒഴിക്കുക. ഇനി അടുപ്പത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഞാൻ ചപ്പ് വെച്ച് മൂടി വെച്ചിട്ട് നല്ല ഇരുന്ന് വേവട്ടെ. നമ്മൾ ഇതാക്കാൻ വെച്ചിരിക്കട്ടെ. നമ്മൾക്ക് നല്ല വെന്ത് നല്ല വെന്ത് ഉടച്ചെടുക്കണം. നമ്മളിങ്ങനെ കടുക് വറുക്കാനതാ ചട്ടി വെച്ചിരിക്കണം. ഇത് കടുക് വറുക്കലും ആണ് ഇതിൻ്റെ. വേറെ തേങ്ങയൊന്നുമില്ല, അരപ്പിടില്ല. അരപ്പിട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാം. അതുകൊണ്ട് ഞാനിതുവരെ ഇങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കടുക് നല്ല നമ്മൾ കറിയിൽ കുറച്ച് വെളുത്തുള്ളി ഇതൊന്നും വെച്ചിട്ടുണ്ടല്ലോ. പച്ചമുളക് കൂട്ടുക. അതുകൊണ്ട് ഒരു കടുകും ചെറിയുള്ളിയും ദിവസം ഉള്ളി നല്ല ചൂടെ നോക്ക്. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം. നമ്മളെ മത്തൻ്റെ മത്തനും കറി റെഡിയായിട്ടോ. ഇതിലേക്ക് ചമ്മന്തി ചമ്മന്തി ഉണക്കലും പൊരിച്ച് മാത്രം മതി. നല്ല രസമുണ്ടാവും.
കാട്ടി കറി റെഡിയായി.